ഇവിടെ വിച്ച് ഓഫ് ദ നമ്പർ ബിലോ ക്യാൻ ബി ദ ടേം ഇൻ ദ അരിതമെറ്റിക് സീക്വൻസ്. ഈ അരിതമെറ്റിക് സീക്വൻസിലെ ഒരു ടേം ഏതാണ് എന്ന് ചോദിച്ചാലേ വെരി സിമ്പിൾ ആയിട്ട് ഇങ്ങനെയാണ് ചെയ്യുക. ഒന്നും അറിയാത്തവർ എന്ത് ചെയ്താൽ മതി അറിയോ? 5, 8, 11 അങ്ങനെ എഴുതി നോക്കുക. എന്നിട്ട് എവിടെ ഏത് ടേം ആണോ അതിൽ കിട്ടുന്നത് നോക്കുക. അങ്ങനെ ചെയ്ത കുറെ ആളുകളുണ്ട് എക്സാമിന്. അങ്ങനെ ചെയ്താലും എക്സാമിന് മാർക്ക് കിട്ടും. 5, അടുത്തത് 8, അടുത്തത് 11, അടുത്ത ടേം അങ്ങനെ എഴുതി നോക്കിയിട്ട് ഇതിൽ ഏത് ടേം ആണ് എത്തിയത് നോക്കുക. അല്ലെങ്കിൽ വേറെ ട്രിക്ക് ഇതാണ്. 5നെ എന്തോട്ട് ഡിവൈഡ് ചെയ്യാന്നറിയോ? കോമൺ. ഇതിൽ ഓരോ കോമൺ ഡിഫറൻസ് പറഞ്ഞാൽ 3 ആണ്, അതറിയാലോ. 5നെ കോമൺ ഡിഫറൻസോട്ട് ഡിവൈഡ് ചെയ്യുക. റിമൈൻഡർ എത്രയാണ്? റിമൈൻഡർ എന്ന് പറഞ്ഞാൽ ഇതാണ് 2. മനസ്സിലായോ? ഈ താഴത്തെ സാധനത്തിനെ പറയുന്ന പേരാണ് റിമൈൻഡർ. അറിയാലോ? ഇതിലെ ഓരോ ടേമിനെയും 3 ആയിട്ട് ഡിവൈഡ് ചെയ്ത് നോക്കുക. 25നെ 3 ആയിട്ട് ഡിവൈഡ് ചെയ്യുക. എത്ര ആൻസർ കിട്ടുക? പറടാ. എത്ര? 8 into 3 എത്രയാണ്? 24 അല്ലേ? റിമൈൻഡർ 1 കിട്ടണത്. റിമൈൻഡർ എന്താ കിട്ടണ്ടത്? 2. അപ്പൊ ഇതല്ല. മനസ്സിലായോ? ഇനി 30നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുക. 30നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 30നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 10 ആണ്. റിമൈൻഡർ എത്ര കിട്ടുക? 0. അതുകൊണ്ട് ഇതുമല്ല. അടുത്തത് 35നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുക. 35നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുക. എത്ര കിട്ടുക? 11 into 3 33 അല്ലെ? റിമൈൻഡർ എത്ര കിട്ടണത്? 2. റിമൈൻഡർ 2 കിട്ടണ ഏതാണ് വരുന്നതെന്ന് നോക്കുക. സോ ഇതായിരിക്കും ആൻസർ. ഇനി അടുത്ത ട്രിക്ക്. ഇപ്പൊ ഞാൻ എത്ര ട്രിക്ക് പറഞ്ഞു? 2. മൂന്നാമത്തെ ഒരു ട്രിക്കും കൂടി പറഞ്ഞുതരാം. ഇതിലെ ഈ ക്വസ്റ്റ്യനിൽ ചോദിച്ച ഈ സാധനല്ലേ, അടുത്ത ട്രിക്കാട്ടോ പറയുന്നത്. ക്വസ്റ്റ്യനിൽ ചോദിച്ചൊരു സാധനല്ലേ, ക്വസ്റ്റ്യനിൽ ചോദിച്ചൊരു സാധനല്ലേ. ഏതാണ് ഇപ്പൊ ക്വസ്റ്റ്യനിൽ ചോദിച്ചത്? ഈ 25 ഇല്ലേ? ഈ 25നെ ഇതിലെ ഫസ്റ്റ് ടേമോട്ട് മൈനസ് ചെയ്യുക. 25 - 5 എത്ര? 20. 20നെ കറക്റ്റ് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ നോക്കുക. പറ്റുമോ? 20നെ കറക്റ്റ് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? അപ്പൊ ഇതല്ല. അടുത്തത് ഈ 30നെ 5 കൊണ്ട് മൈനസ് ചെയ്യുക. 30 - 5 എത്ര? 30 - 5 എത്ര? 25. 25നെ കറക്റ്റ് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? അതുകൊണ്ട് ഇതുമല്ല. മനസ്സിലായോ? അടുത്തത് 35നെ 35ന്ന് 5 മൈനസ് ചെയ്യുക. എത്ര ആൻസർ? 30. 30നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഏതാണ് പറ്റുന്നത് അതായിരിക്കും ആൻസർ. 2 മെത്തേഡുകൾ പറഞ്ഞു. ഇത് വെരി ഇമ്പോർട്ടന്റ് ആണ്. എല്ലാ വർഷവും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഈ രണ്ടാമത്തെ ക്വസ്റ്റ്യനും കൂടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം മക്കളെ. ഇങ്ങനെയാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഓൾസോ വെരി ഇമ്പോർട്ടന്റ്. കൂടെ എഴുതണം കേട്ടോ, അല്ലെങ്കിൽ പിന്നെ സമയം ഉണ്ടാവില്ല. പാരലൽ ടു എക്സ് ആക്സിസ് എന്ന് ക്വസ്റ്റ്യനിൽ തന്ന ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. പാരലൽ ടു വൈ ആക്സിസ് എന്ന് പറഞ്ഞാൽ ഇതിലെ വൈ സെയിം ആയി വരുന്നത് ഏതെങ്കിലും ഉണ്ടോ നോക്കുക. ഇതിൽ വൈ സെയിം ആയി വരുന്നത്, ഇതിൽ വൈ, ഇതാണ് എക്സ്, ഇതാണ് വൈ, ഇതിൽ വൈ സെയിം ആയി വൈ 3 വരുന്ന ഏതെങ്കിലും ഉണ്ടോ? ഏതാ? ഇതിൽ വൈ 3, വൈ എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ 3 വരുന്ന ഏതെങ്കിലും ഉണ്ടോ? ഇതാണ്. പക്ഷെ ഇവിടെ വേറെ ഡയലോഗും കൂടി തന്നിട്ടുണ്ട്. കട്ട് വൈ ആക്സിസ്. കട്ട് വൈ ആക്സിസ് എന്ന് പറഞ്ഞാൽ എന്താവണം? എക്സ് 0 ആവണം, എക്സ് 0 ആവണം, വൈ 3 ആവണം. മനസ്സിലായോ? പാരലൽ ടു എക്സ് ആക്സിസ് എന്ന് പറഞ്ഞാലേ വൈ സെയിം വരുന്നത്, വൈ സെയിം വരുന്നത് കട്ട് വൈ ആക്സിസ് എന്ന് പറഞ്ഞാലോ എക്സ് 0 വരുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 3. ക്വസ്റ്റ്യൻ നമ്പർ 3 പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ഓൾജിബ്രായിക് ഫോം കണ്ടുപിടിക്കാനാണ്. ഇതിലെ ഫസ്റ്റ് ടൈം എത്ര? ഫസ്റ്റ് ടൈം എത്ര? 7. കോമൺ ഡിഫറൻസ് എത്ര? 4. എന്താണ് ഓൾജിബ്രായിക് ഫോം കണ്ടുപിടിക്കാൻ ഇക്വേഷൻ? xn is equal to dn plus f minus d. d നിലോടത്ത് എന്താ കൊടുക്കണ്ടേ? 4. n. f നിലോടത്ത് എന്താ കൊടുക്കണ്ടേ? 7. മൈനസ് d നിലോടത്ത് എന്താ കൊടുക്കണ്ടേ? 4. 7 - 4 എന്ന് പറഞ്ഞാൽ 3. വെരി സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. വേഗം ആദ്യത്തെ 3 ക്വസ്റ്റ്യൻ പഠിക്കേ.